ആരുടെ ഇപ്പൊ ഇത് ഈ ജസന ചേച്ചി എന്തോ സൂയിസൈഡ് നാടകം കാണിച്ചു, ഷെഫീനയുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു, കേട്ടു. ശരിയാണോ? ആത്മഹത്യ ചെയ്യാൻ യോഗ്യതയുള്ള ആർക്കെന്നറിയാമോ? അത്യാവശ്യം ആത്മാഭിമാന ബോധമുള്ളവരാണ് ആത്മഹത്യക്ക് പോവുക. അപ്പോൾ ആത്മഹത്യാപരമായ കാര്യങ്ങൾ എന്തോ നീ ചെയ്തതിന്റെ ബാക്കി പത്രമായിട്ടാണ് നീ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് മനസ്സിലാകുന്നുണ്ട്. അല്ലടി അതിനകത്ത് എൻ്റെ പേരെങ്ങനെ വരും, ഞാൻ എന്ത് ചെയ്തെന്നാണ്? കള്ളത്തരം നല്ല പോലെ പൊളിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരെ തട്ടിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ത്രീയെ പറ്റിയിട്ടുള്ള കൃത്യമായ രേഖ വെച്ചാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിനകത്ത് ഷെഫീന ബീവിയാണ് നിന്റെ കൊലപാതകത്തിനോ അല്ലെങ്കിൽ നിന്റെ ആത്മഹത്യക്കോ കാരണമെന്ന് പറയുന്നതിന് അട്ടർ നോൺസെൻസ് ആണ്. സെക്കൻഡ് തിങ്, നിങ്ങൾക്കൊക്കെ അറിയാൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്, മറുപടി പറയുന്ന അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതാണ്. എത്ര പ്രാവശ്യം അരുൺ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനുമായിട്ടിരുന്നുകൊണ്ട് എനിക്കതൊന്നും ഇവിടെ പ്ലേ ചെയ്യാൻ പോലും പറ്റാത്ത തക്കവണ്ണം വളരെ മോശപ്പെട്ട രീതിയിൽ, വളരെ വൃത്തികെട്ട രീതിയിൽ എന്നെയും എൻ്റെ മക്കളെയും അതിഭീകരമായി അപമാനിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ, അതായത് പൊടിമോൻ 15 വയസ്സുള്ള എൻ്റെ കുഞ്ഞ് ഇൻസ്റ്റാഗ്രാം വഴി അവർക്ക് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു. ഞാൻ അത് കൊണ്ടുപോയി ചൈൽഡ് ഹോമിൽ കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ അത് നേരെ ട്വിസ്റ്റ് അടിച്ച് എൻ്റെ മൂത്ത മോൻ അയച്ചു എന്ന് പറഞ്ഞു. എവിടെ കാണിക്കാൻ വന്നപ്പോൾ തെളിവില്ലാതെ എൻ്റെ മക്കളെ നിരന്തരം സോഷ്യൽ മീഡിയയിട്ട് വലിച്ചു കയറുകയാണ്. ഇതുപോലൊരു അഭിസാരികയുടെ പിറകെ പോകേണ്ട ഗതികേട് എൻ്റെ കുട്ടിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല എൻ്റെ കുഞ്ഞിന്. ഇനിയിപ്പോൾ അങ്ങനെ പോയാൽ പോലും അങ്ങനെ ഒരു അവസ്ഥയിലുള്ളവൾ കംപ്ലൈൻ്റ് അല്ലേ കൊടുക്കേണ്ടത്, പകരം വന്നിട്ട് പബ്ലിക്കിലാണോ പറയുക? അപ്പോൾ ഇത് എന്നെ നാറ്റിക്കുക എന്നൊരൊറ്റ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ചെയ്തതാണ്. ഇപ്പം ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. എനിക്ക് ഇത് എത്രത്തോളം മാനഹാനി ഉണ്ടാക്കും? വിവാഹപ്രായമായി നിൽക്കുന്ന ഒരു പയ്യനാണ്. അതിൻ്റെ വിവാഹം നടക്കുമോ? അതിൻ്റെ വിവാഹത്തിന് അത് ബാധ്യതയാവത്തില്ലേ, ബുദ്ധിമുട്ടാവത്തില്ലേ? ഇത് ഫിജോ ജോസഫ് എന്ന് പറയുന്ന ഏറ്റുമാനൂർ തട്ടിപ്പുകാരിക്ക് വാക്കുകൾ കേട്ട് അതേ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആട്ടം കാണുന്നതാണ് ഈ സ്ത്രീ. നല്ല കാര്യമാണ്, നല്ല ഐഡിയയൊക്കെയാണ്. പക്ഷേ ഈ ഐഡിയ ഒന്നും ഇവിടെ എടുക്കത്തില്ല. ഞാൻ അവൾ പറയുന്ന കണക്ക് സൂയിസൈഡ് നാടകമൊക്കെ കാണിക്കുമ്പം അബദ്ധത്തിൽ കയറി ചത്തും പോകും കേട്ടോ. അതും കൂടെ ഓർത്തോണം. കാരണം നിനക്ക് മേൽ അത്രത്തോളം ശാപവാക്കുകൾ ഉണ്ട്, അത്രത്തോളം മനുഷ്യരെ നീ ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ പ്രിയയുടെ കാര്യം പറയുന്നുണ്ട്. പ്രിയ കുട്ടികൾ ഉണ്ടാവാത്തൊരു സ്ത്രീയാണ്. അവർ മച്ചിയാണ്, അവർ മഹാകുഴപ്പമാണ്, അവർ മഹാവൃത്തികെട്ടവരാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞ സ്ത്രീയെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ വ്യക്തിയധിക്ഷേപം നടത്തിയ ഒരു വൃത്തികെട്ട സ്ത്രീയാണ് ജസ്ന. നമ്മളത് എത്രയോ പ്രാവശ്യം കേട്ടു. കഴിഞ്ഞ കുറേ അവരുടെ വീഡിയോസ് മാത്രം എടുത്തു നോക്കിയാൽ അവർ ഓരോ സ്ത്രീകളെയും കുടുംബപരമായി അവഹേളിക്കുന്നത്, അവരുടെ കുടുംബത്തിനെ പറ്റി, അവരുടെ മക്കളെ പറ്റി ആരെയും വിട്ടുപിടിക്കാതെ അത്രത്തോളം മോശപ്പെട്ട രീതിയിൽ അവഹേളിക്കുന്ന നമ്മൾ കണ്ടിരുന്നു ജസ്ന. അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീയെ അവർ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കണമെന്നാണ്. അവരൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തു, എനിക്ക് FIR കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ FIR കോപ്പിയുണ്ട്. അപ്പം ഞാൻ കൊടുത്ത കേസിൽ എനിക്ക് നീതി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്ത് ശിക്ഷ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി. ഞാൻ കൊടുത്ത കേസ് ഞാനിവിടെ വന്ന് SP ഓഫീസിൽ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ കേസ് അവർ FIR ഇട്ടോളാൻ പറഞ്ഞു. കാരണം അവർ ആരും കണ്ട സഹിക്കുന്ന കണക്കുള്ള വേർഡിങ് അല്ലായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ കോപ്പിയുണ്ട്. അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഞാൻ ജസ്നയ്ക്കെതിരെ കൊടുത്ത കേസാണ്. ജസ്നയ്ക്കും അവളുടെ കൂടെയുള്ള അരുണിനെതിരെയും കൊടുത്ത കേസാണ്. അതിന് അപ്പോൾ തന്നെ അക്സെപ്റ്റൻസ് ഉണ്ടായി. SP അപ്പോൾ തന്നെ ഓർഡർ ഇട്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർ കേസ് അപ്പോഴേ എടുക്കാൻ പറഞ്ഞു. അത്രത്തോളം വകുപ്പുകളും അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. BNS വകുപ്പുകളും ഒത്തിരി എഴുതി ചേർത്തിട്ടുണ്ട്. ഇതൊരു സൈബർ കേസാണ്, എന്നിട്ട് പോലും അതല്ലാത്ത രീതിയിലുള്ള കേസും കൂടെ അവർ അക്സെപ്റ്റ് ചെയ്തു. കാരണം അത്രത്തോളം വ്യക്തിയധിക്ഷേപമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അവർ രണ്ടുപേരൂടെ ഇരുന്നു കൊണ്ട് അപ്പം ജയിക്കുന്നു എന്ന് കാണും. നമ്മൾ മിണ്ടുന്നില്ല, തിരിച്ചൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില വൃത്തികെട്ട ജന്മങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ അവരോളം താഴേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ പലതും മൗനമായി വിട്ടപ്പോൾ അത്രത്തോളം തലയിൽ കയറുന്ന ഒരു സീനാണ് നിങ്ങൾ പിന്നെ കണ്ടത്. ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചൊന്നും പറയത്തില്ലേ, നമ്മളൊന്നും മിണ്ടാണ്ട് പൊത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് പറയുന്നത്. 15 വയസ്സുള്ള എൻ്റെ കുഞ്ഞ് സ്കൂളിൽ പോകണ്ടേ, എൻ്റെ മൂത്ത മകൻ ജോലിക്ക് പോകണ്ടേ, അവനെ അത് അത്രയും ഹേർട്ട് ചെയ്യത്തില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ഞങ്ങൾ തീരുമാനം പറയുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ പേരിൽ സൂയിസൈഡ് നാടകം കാണിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു നല്ലൊരു എളിയ അഭിപ്രായം, ശരിക്കും പഠിച്ച ശേഷം ചെയ്യും. ഇങ്ങനെ ആളുകളെ പേടിപ്പിക്കാൻ ഒരു പോക്കൃത്തരം കാണിക്കാൻ നല്ല പോലെ അങ്ങ് ചെയ്യുന്നതാണ് നല്ലത്. കുറേ ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. സത്യം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി മറ്റുള്ളവരൊക്കെ പൊതിഞ്ഞു പിടിച്ച് പറയുമായിരിക്കും, പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാലത്തും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകൾ ഈ 3 സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. ഈ 3 സ്ത്രീകളും പറഞ്ഞത് മുഴുക്കെ
എൻ്റെ മൂത്ത മോനും ഞാനും തമ്മിൽ ഒരു അഫെയർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് ജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആ പോക്കർത്തരം പറഞ്ഞ ഈ 3 എണ്ണവും പുഴുത്ത് ചാകണത് കാണാനാണ് എനിക്ക് ആഗ്രഹം. അത് അമ്മ മനസ്സാണ്, എന്നിലെ അമ്മയാണ് അത് സംസാരിക്കണമെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർത്തും. നീ പരാജയപ്പെട്ടു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കള്ളത്തരമാണ്, ആളുകളെ പറ്റിക്കാനാണ്. പിന്നെ നീ ഇങ്ങനെ ഡ്രാമ കാണിച്ചുകൊണ്ട് കേസ് എടുക്കുകയാണെങ്കിൽ ആ കേസ് വരണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പേർക്കൊരു കേസ് എടുക്കണം. കാരണം എൻ്റെ ഈ കേസിൻ്റെ പുറത്ത് നീ അവിടെ വരുമ്പോഴും നീ പ്രതിയും ഞാൻ വാദിയുമാണ്. അല്ല, എനിക്ക് വാദിയായിട്ട് നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. എന്നാലേ എനിക്ക് വാദിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കൃത്യമായി പറയാനുണ്ട് നീ എന്ന വൃത്തികെട്ട സാധനം എന്താണെന്നുള്ളത്. കാലങ്ങളായി നീ ആളുകളെ പറ്റിക്കുകയാണ്. ഒരാളെ ചവിട്ടി തേക്കാൻ പറ്റുമെന്ന് തോന്നി. ഷെഫീന ബീവി എന്നൊരു പേര് കേൾക്കുമ്പം ആളുകൾക്ക് തെറി വിളിക്കാനുള്ളൊരു മെറ്റീരിയലാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എല്ലാവരും അങ്ങ് പാഞ്ഞു കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലർക്കും അതൊരു തോന്നലാണ്. ഷെഫീന ബീവി തെറി വിളിക്കാൻ പറ്റിയൊരു സാധനം. എല്ലാവർക്കും അങ്ങോട്ട് തെറി വിളിക്കുക. കാരണം ഷെഫീന ബീബി തിരിച്ചെന്ത് പറഞ്ഞാലും അവളൊരു തെറിവിളിക്കാരിയാണെന്ന് ലേബലൈസ് ചെയ്ത് അവളെ അങ്ങോട്ട് ഒതുക്കാം എന്നൊരു തോന്നലുണ്ട്. ഷെഫീന ബീബി പറഞ്ഞ നല്ലതൊന്നുമില്ല. ഈ കൂടെ നിൽക്കുന്നവർ പോലും പലരും പറയും നല്ല തെറി കേൾക്കാമെന്ന് പറയും. അത് ഈ തെറി എന്തുകൊണ്ട് പറയണമെന്നും കൂടെ കേൾക്കുക. ഇപ്പം എൻ്റെ മകനെയും എന്നെയും ചേർത്ത് പറഞ്ഞു, എൻ്റെ ഇളയ കുഞ്ഞിനെയും അവളെയും ചേർത്ത് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് നിൽക്കാനുള്ള സംയമനം എനിക്കില്ല. അപ്പം ഞാൻ തിരിച്ചു പറയും, തീർച്ചയായിട്ടും പറയും. ഞാൻ മോശപ്പെട്ടാണെങ്കിൽ എന്നോട് കൂടാതിരുന്നാൽ മതിയോ? അതല്ലേ നല്ലത്. എന്നെ പറഞ്ഞാൽ ഞാൻ തിരിച്ച് മറുപടി പറയും. അപ്പം അതൊരു ഈസി പരിപാടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവരണ്ട. പഴയതുപോലെയല്ല, ഞാൻ തിരിച്ച് പറയുക മാത്രമല്ല, ആക്ഷനും ഉണ്ടാവും. പണ്ടൊക്കെ ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു, കേസൊന്നും കൊടുക്കാൻ പോകത്തില്ല, പറയാനുള്ള പറഞ്ഞ് അങ്ങ് മിണ്ടായി. ഇപ്പം അങ്ങനെയല്ല, ഞാൻ കേസും കൂടെ കൊടുക്കും. ഞാൻ കൊടുത്ത കേസ് അവിടെ കിടക്കുമ്പോൾ നീ ഈ നാടകം കാണിച്ചാൽ ഒരു പോലീസുകാരും കേസെടുക്കാൻ പോകുന്നില്ല. നീ എടുത്താൽ തന്നെ പോലീസ് കേസെടുക്കണം നിൻ്റെ പേർക്കാണ്. നീ കൊല്ലുമെന്ന് പറഞ്ഞാൽ നിൻ്റെ മക്കളെയാണ്. നിൻ്റെ മക്കളെ എത്രയും പെട്ടെന്ന് സേഫർ സൈഡിൽ വേറെ എവിടെയെങ്കിലും മാറ്റുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ നീ കൊല്ലുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടികൾ ഒരിക്കലും നിൻ്റെ ഒപ്പം സേഫ് അല്ല. മാത്രമല്ല, നീ കൊല്ലുമെന്ന് ആക്രോശിച്ച ഒരു സ്ത്രീ കൂടെ ആയതുകൊണ്ട് നിൻ്റെ പേർക്കാണ് കേസ് വരണം, ഞങ്ങളുടെ പേർക്കല്ല. അത്ര പോലും ബോധമില്ലാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ പ്രബോധനവും കേട്ടുകൊണ്ട് ഞങ്ങളെ, അതായത് എന്നെയോ ലസീതയോ പ്രിയയോ ഒക്കെ അടിക്കാൻ ഇറങ്ങിയ നിനക്ക് ഞങ്ങൾക്കും ഫാമിലിയുണ്ട്, ഞങ്ങളുടെയും കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങളുടെയും കുടുംബങ്ങളുണ്ട്. അവരൊക്കെ നീ പറയണ മോശവും നീ പറയണ വെകിടത്തരവും ഒക്കെ കേട്ട് പകച്ച് പണ്ടാരടങ്ങി നിന്നൊരു അവസരമുണ്ട്. അപ്പം അവർക്കും തിരിച്ച് ഒരു മറുപടി കൊടുക്കാനുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യതയാണ് നിങ്ങൾ കണ്ടത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ നീതി നിയമം ഒന്നുമില്ലെങ്കിൽ നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നല്ല രൂപമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ഇത്രേ പറഞ്ഞുള്ളൂ. ഒരു അമ്മയുടെ ഏറ്റവും വലിയ വേദനയാണ്, അതായത് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വേദനയാണ് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അത് സമൂഹം അവർക്ക് കൊടുക്കുന്ന ഒരു അക്സെപ്റ്റൻസ് അത് ഭീകരമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ ആ വീക്ക് പോയിന്റിൽ വെച്ചടിക്കുക. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അത് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ മക്കളെ പിടിച്ചങ്ങോട്ട് 2 തരിക. അപ്പം അതിൽ കിട്ടുന്നൊരു സുഖം, അത് അവനവൻ്റെ മകന് വേണ്ടിയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവൻ്റെ മകനൊപ്പം ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ തലയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. എനിവേ, അതേപോലെ ലസീതയുടെ വിഷയം എനിക്ക് അറിയത്തില്ല എന്താണെന്ന് കൃത്യമായിട്ട്. നിങ്ങൾ തമ്മിൽ എന്തൊക്കെ കോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. എനിവേ, ലസീത തന്നെ മറുപടി തരട്ടെ. ഞാനത് പറയുന്നതിനകത്ത് യാതൊരു ഇതുമില്ല, എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തർക്ക് പറയുമ്പോൾ എവറി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷനാണ്. നീ എന്ത് ചെയ്തോ അത് തന്നെ നിനക്ക് തിരിച്ചും കിട്ടും, അത്രയേ ഉള്ളൂ. നീ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കുട്ടി ഡിപ്രഷൻ അടിച്ച് കിടക്കുകയാണെന്ന്. നീ മൂലം എൻ്റെ കുഞ്ഞ് ഡിപ്രഷൻ അടിച്ചു എന്ന് അഭിമാനത്തോടു കൂടി നീ പറയുന്നുണ്ടെങ്കിൽ ആ അഭിമാനം ഇപ്പം എനിക്കുണ്ട്, എൻ്റെ മകനുമുണ്ട്. ഞങ്ങൾ മൂലം നീ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ സന്തോഷം തോന്നുന്നു. കാലം അധികം വൈകിപ്പിക്കാതെ തന്നെ ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത എന്നിലേക്ക് കൊണ്ടു തന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഒന്നിപ്പിഴച്ച 3 നീ ഒരിക്കൽ കൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്, ഞങ്ങൾ രക്ഷപ്പെടും. ചെയ്യണമെന്ന് തന്നെ പറയണേ. കാരണം നിൻ്റെ മക്കൾക്ക് പോലും നീ ഒരു അപമാനമാണ്. ഇങ്ങനെ ഒരു വൃത്തികെട്ട തള്ളയുടെ മകനായി ജനിക്കേണ്ടി വന്നതിൽ ആ കുട്ടികൾ പോലും വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ സുരക്ഷിതരുമല്ല, നീ കൊല്ലാൻ നടക്കുകയല്ലേ. അതുകൊണ്ട് നീ ചത്തുപോകുന്നതാണ് നല്ലത് കേട്ടോ. ഈ ഇണ്ടാസം കൊണ്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരേണ്ട, ഇടി വാങ്ങിക്കും നീ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.